തമിഴ്നാട്ടിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരായിക്കൊണ്ട് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരിതങ്ങൾക്കെതിരായിക്കൊണ്ട് 2008 ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് തീണ്ടായ്മ ഒഴിപ്പ് മുന്നണി അഥവാ അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ട്. അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ടിൻ്റെ 5ാമത് തമിഴ്നാട് സംസ്ഥാന സമ്മേളനമാണ് ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളായിട്ട് മയിലാടുംതുറയിൽ വെച്ച് നടത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ 1,70,00,000 വരുന്ന ദളിത് ജനവിഭാഗത്തിൻ്റെ അവരുടെ നാനാതരത്തിലുള്ള ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചു വരുന്നത്. ആദ്യമായി തന്നെ നമ്മുടെ തമിഴ്നാട് തീണ്ടായ്മ ഒഴിപ്പ് മുന്നണിയുടെ 5ാമത് സംസ്ഥാന സമ്മേളനത്തിന് എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും ആശംസിക്കുകയാണ്. ഈ സംഘടന രൂപം കൊണ്ടത് ഏതെങ്കിലും ഒരു ജാതിയിൽപ്പെട്ട ആളുകളുടെ സംഘടനയല്ല, അല്ലെങ്കിൽ പട്ടികജാതിയിൽപ്പെട്ട ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന സംഘടനയല്ല. ഈ സംഘടനയിൽ വിവിധ സംഘടനകളുണ്ട്. ട്രേഡ് യൂണിയൻ സംഘടനകൾ, യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, മഹിളാ സംഘടനകൾ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സംഘടനയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമൂഹത്തിൽ സമത്വാധിഷ്ഠിതമായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു സംഘടന എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു മാതൃകാപരമായിട്ടുള്ള സംഘടനയാണ് ഈ സംഘടന എന്ന് പറയാൻ കഴിയും. നമുക്കറിയാം, രാജ്യം സ്വാതന്ത്ര്യം നേടി 78 വർഷങ്ങൾ പിന്നിട്ടു. 78 വർഷങ്ങൾ പിന്നിടുമ്പോഴും നമ്മുടെ ഇന്ത്യയിലെ ഏകദേശം 25% വരുന്ന SC/ST ജനവിഭാഗങ്ങൾ ഇപ്പോഴും പലതരത്തിലുള്ള ദുരിതങ്ങളെയും അടിച്ചമർത്തലുകളെയും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സാമൂഹികമായിട്ടുള്ള വളർച്ച വേണ്ടത്ര ആകുന്നില്ല എന്നുള്ള പരാതിയും ഉയർന്നു വരികയാണ്. അതിനോടൊപ്പമാണ് ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ദുരന്തം പേറാൻ അവർ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുക. ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. അപ്പോൾ ആ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ദുരന്തം നേരിടേണ്ടി വരുന്നത് നമ്മുടെ സമൂഹത്തിലെ പല കാരണം കൊണ്ട് താഴ്ത്തപ്പെട്ടവർ എന്ന് വിശേഷിപ്പിച്ച SC/ST വിഭാഗങ്ങളാണ്. പിന്നോക്ക വിഭാഗങ്ങളിൽ ചില ആളുകളും ആ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. അപ്പം അതിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ കൊണ്ട് ദുരിതത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജനതയെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരിതങ്ങളും ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ ജാതി വ്യവസ്ഥ ആത്യന്തികമായിട്ട് ഇല്ലാതാകുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരിതങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനും അവരെ മോചിപ്പിക്കാനും വേണ്ടിയുള്ള വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ നമ്മുടെ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒട്ടേറെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒട്ടേറെ നേതാക്കളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥയുടെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അടുത്ത കാലത്തായിട്ട് അത് വളർന്നു വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വെച്ചാണ്, അല്ലെങ്കിൽ മയിലാടുംതുറയിൽ വെച്ചാണ് അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ടിൻ്റെ 5ാമത് സംസ്ഥാന സമ്മേളനത്തിൽ ആ സംഘടന രൂപം കൊണ്ട നാൾ മുതൽ തന്നെ ജാതിക്കെതിരായിക്കൊണ്ട്, ജാതി വ്യവസ്ഥ ഉണ്ടാക്കുന്ന ദുരിതങ്ങൾക്കെതിരായിക്കൊണ്ടുള്ള വലിയ പോരാട്ടം ഏറ്റെടുത്തിട്ടുണ്ട്. ഒട്ടേറെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഈ സംഘടന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അടുത്ത ദിവസമാണ് മധുരയിൽ 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ജാതി മേധാവികൾ കൊന്നത് എന്നുള്ള വാർത്ത ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത കാലത്ത് പോലും നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെ പേരിൽ മനുഷ്യൻ
പലതരത്തിലുള്ള പീഡനത്തിന് വിധേയരാകുന്നു, അല്ലെങ്കിൽ കൊലയ്ക്ക് വിധേയരാകുന്നു, അല്ലെങ്കിൽ കൂട്ടക്കൊലയ്ക്ക് വിധേയരാകുന്നു. സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അതിനേക്കാൾ, പൊതുവേ ഇന്ത്യൻ സ്ത്രീകൾ വലിയ ദുരിതം അനുഭവിക്കുന്ന, എന്നാൽ അന്നും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ദളിത് ആദിവാസി സ്ത്രീകളാണ്. സ്ത്രീകൾ ഭൂരിപക്ഷവും ഇപ്പോഴും വലിയ രീതിയിലുള്ള ദുരിതങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ ആയതിൻ്റെ പേരിൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. ദളിത് സ്ത്രീ ആകുന്നതോടുകൂടി അത് കൂടുതൽ ഒറ്റപ്പെടുത്തുന്നതാണ്. അതാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി പറഞ്ഞു. അംഗൻവാടി ടീച്ചർ ദളിതയായതുകൊണ്ട് ആ അംഗൻവാടിയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാൻ വേണ്ടി മറ്റുള്ള ആളുകൾ തയ്യാറാകുന്നില്ല. എല്ലാ തൊഴിലിടങ്ങളിലും ഈ ജാതി വിവേചനത്തിൻ്റെ അംശം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരിതങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്ന സ്ഥിതിയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ തമിഴ്നാട് അതിന് അപവാദമല്ല. തമിഴ്നാട്ടിലും അതിൻ്റെ ദുരന്തം വർദ്ധിക്കുക, രാജ്യത്താകെ വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ചും 2014 BJPയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടുകൂടി ജാതി തിരിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള സമീപനം സ്വീകരിച്ചു. അതുപോലെ മതാടിസ്ഥാനത്തിലും ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രമാണ് BJP ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ജാതി ഘടകങ്ങൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ആളുകളുടെ ബുദ്ധി എന്ന് പറയുന്നത് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാൾ വലിയ ബുദ്ധിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ജാതി വ്യവസ്ഥയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയാതെ വരുന്നത്. നമ്മുടെ മനസ്സുകളെല്ലാം ഇപ്പോഴും ജാതി വ്യവസ്ഥയുടെ അടിമകളായി മാറുന്നതുകൊണ്ടാണ്. അപ്പോൾ വളരെ ഫലപ്രദമായിട്ടാണ് ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ അടിച്ചേൽപ്പിച്ചത്. അതിൻ്റെ ദുരന്തം ഇപ്പോഴും പേറാൻ നാം വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാറ്റിയെടുക്കെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയണം. എല്ലാ മനുഷ്യരും ചേർന്നുകൊണ്ടുള്ള പോരാട്ടമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജാതി വ്യവസ്ഥയുടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ മാത്രം പോരാടിയതുകൊണ്ട് ഈ ജാതി വ്യവസ്ഥയുടെ ദുരിതങ്ങൾ മാറില്ല. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ജാതി വ്യവസ്ഥയും അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന ദുരന്തവും മനസ്സിലാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം ചേർന്നുകൊണ്ട് പോരാടിയെങ്കിൽ മാത്രമാണ് ഇതിന് അറുതി വരുത്താൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയാണ് ദേശീയ തലത്തിൽ തന്നെ പല സംഘടനകളും പ്രവർത്തിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് DSM എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദളിത് സോഷ്യൽ മുക്തി മഞ്ച് എന്ന് പറയുന്ന സംഘടന. ദേശീയ തലത്തിൽ അത് പ്രവർത്തിക്കുകയാണ്, പ്ലാറ്റ്ഫോമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒട്ടേറെ പേരുകളിൽ അറിയപ്പെടുന്ന സംഘടനകളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ സംഘടനകളിലെല്ലാം തന്നെ അതാത് സ്റ്റേറ്റിലെ സാമൂഹിക പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തുന്നത്. അതിനെല്ലാം ക്രോഡീകരിക്കുക എന്നുള്ള ചുമതലയാണ് DSM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയുണ്ടായി. വിവിധ സംഘടനകളെ, അത് ഇടതുപക്ഷ സംഘടനകളിലും അതുപോലെ ഇടതുപക്ഷ സംഘടനകളിൽ പെടാത്ത ആളുകളെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജാതി വ്യവസ്ഥ ഉണ്ടാക്കുന്ന ദുരിതങ്ങൾക്കെതിരായിക്കൊണ്ട് വലിയ പോരാട്ടം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് തീരുമാനിക്കുന്നത്. ജാതി വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് എല്ലാ മേഖലയിൽ നിന്നും അവരെ പിന്തള്ളപ്പെടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പിന്തള്ളുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ മേഖലയിലും ഇവരെ വേണ്ടത്ര വളർത്തിയെടുക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അവർ ദുരിതങ്ങൾ കൂടുതൽ കൂടുതൽ സഹിക്കാൻ നിർബന്ധമാകുന്ന അവസ്ഥയുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആകെ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഇന്ത്യയിലെ അസമത്വങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ള കണക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനീക്വാളിറ്റി വർദ്ധിക്കുകയാണ് ഇന്ത്യയിൽ. 2-3 വട്ടമായിട്ട് BJP ഭരിക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ ഈക്വാലിറ്റി ഉണ്ടാകുകയല്ല ചെയ്യുന്നത്, ഇനീക്വാളിറ്റി വർദ്ധിക്കുകയാണ്, അസമത്വങ്ങൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ അസമത്വങ്ങൾ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുകയാണ്. അസമത്വം വർദ്ധിക്കാൻ കാരണം പട്ടിണി കിടക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജാതി മതപരമായിട്ടുള്ള തർക്കങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അസമത്വങ്ങൾ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്നു. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകൾ ഉള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്.
ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. ആ ഇന്ത്യ രാജ്യം ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന അല്ലെങ്കിൽ വിശപ്പ് സഹിക്കുന്ന ആളുകളുടെ രാജ്യമായിട്ട് മാറുകയാണ്. ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യം വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നേറുന്നു എന്നുള്ള പ്രചാരവേലയാണ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗുണം, സാമ്പത്തികമായ മുന്നേറ്റത്തിൻ്റെ ഗുണം നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനതയ്ക്കും ലഭിക്കുന്നില്ല. ആ സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ നേട്ടം ഒരു ചെറു ന്യൂനപക്ഷത്തിൻ്റെ കൈകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്ന് പ്രത്യേകത. സമ്പന്നരും കോർപ്പറേറ്റുകളും കൂടുതൽ ശക്തരാകുന്നു, അല്ലെങ്കിൽ കൂടുതൽ അവർ സമ്പാദിക്കുന്നു. പാവപ്പെട്ടവൻ്റെ ദുരിതം കൂടുതൽ വർദ്ധിക്കുന്നു. അതിൽ ദളിതുകളുടെയും ആദിവാസികളുടെയും ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് പോവുകയാണ്. അപ്പം അതിന് പരിഹാരം കാണാൻ വേണ്ടി നമുക്ക് വലിയ പോരാട്ടം സംഘടിപ്പിക്കേണ്ടത്. നമുക്കറിയാം, ഇന്നും വ്യത്യസ്തമായിക്കൊണ്ട് ചിന്തിക്കുന്ന ഗവൺമെൻറ്, BJP ഇതര ഗവൺമെൻറ്റുകളെല്ലാം തന്നെ ഈ കാര്യത്തിൽ കുറേ കൂടി മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം. കേരളത്തിലെ ദളിതുകളുടെയും ആദിവാസികളുടെയും ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ 9 വർഷമായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് പാവപ്പെട്ടവൻ്റെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വിദ്യാഭ്യാസം, ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക, ഏറ്റവും മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യമാകാനുള്ള സൗകര്യം ഉണ്ടാക്കുക, അവരുടെ മറ്റ് സാമൂഹിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യനെല്ലാം പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തീരുമാനിച്ചത് കേരളത്തിലെ മുഴുവൻ പട്ടിണിക്കാരെയും ആ പട്ടിണിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ പട്ടിണി അല്ലെങ്കിൽ അതിദാരിദ്ര്യമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ വരുന്ന നവംബർ 1, അതായത് 2025 നവംബർ 1 ആകുമ്പോൾ കേരളം മറ്റൊരു മാതൃക സൃഷ്ടിക്കും. അതായത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം പൂർണ്ണമായും അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണ്. അതിദാരിദ്ര്യം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയ അതിൻ്റെ ഡിക്ലറേഷൻ ആയിരിക്കും ഈ വരുന്ന നവംബർ 1 കേരളം നടത്താൻ പറ്റും. വിശപ്പ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ വിശക്കുന്നവരുടെ എണ്ണം കൂടുതലുള്ള ഒരു രാജ്യത്താണ് വിശപ്പ് അല്ലെങ്കിൽ പട്ടിണിയില്ലാത്തവരുടെ ഒരു സംസ്ഥാനമായിട്ട്, അതിദാരിദ്ര്യമില്ലാത്തവരുടെ സംസ്ഥാനമായിട്ട് കേരളം മാറുന്നത് എന്നുള്ളത് ഇടതുപക്ഷ ബദൽ ആണ് ശരി എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് കാണിച്ചു കൊടുക്കുക. അത് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയണം. പാവപ്പെട്ടവൻ്റെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കാമെന്ന് തെളിയിച്ച മോഡലാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് മോഡൽ. ആ മോഡലിന് വേണ്ടിയായിരിക്കണം ഇന്ത്യയിലെ പാവപ്പെട്ട ആളുകൾ വാദിക്കേണ്ടത്. സമത്വാധിഷ്ഠിതമായിട്ടുള്ള സമൂഹം കൊണ്ടുവരണം. അസമത്വങ്ങൾ നിറഞ്ഞ സമൂഹമല്ല, സമത്വാധിഷ്ഠിതമായ ഈക്വാലിറ്റി ഉള്ള സമൂഹം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾ, പുരോഗമനവാദികളെല്ലാം ചേരണം. ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം ചേർന്നുകൊണ്ട് സാമൂഹിക പരിവർത്തനം ഉണ്ടാകില്ല. സാമൂഹിക പരിവർത്തനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആശയങ്ങൾ അത് ശക്തിപ്പെടണം. ആ ആശയങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ആശയങ്ങൾ ഇല്ലാതാകണം. അതാണ് വലതുപക്ഷ പിന്തിരിപ്പൻ താല്പര്യം സംരക്ഷിക്കുന്നവരുടെ ആഗ്രഹം. ഇടതുപക്ഷ ആശയം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് മഹാഭൂരിപക്ഷത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹാരം കാണാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കും. അങ്ങനെ മഹാഭൂരിപക്ഷത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള നിലപാടല്ല പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു ഫാസിസ്റ്റ് ശക്തികളുടെ നിലപാട്. നമുക്കറിയാം, RSS ആണ് ഈ ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നത്. RSSൻ്റെ നയം അതാണ്. ചാതുർവർണ്ണ വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിക്കൊണ്ട് ഭൂരിപക്ഷത്തിനും അക്ഷരം കൊടുക്കാതിരിക്കുക, അറിവ് കൊടുക്കാതിരിക്കുക എന്ന നിലപാട് സ്വീകരിച്ചത്. അക്ഷരവും അറിവും ചാതുർവർണ്ണ വ്യവസ്ഥയിൽ പാവപ്പെട്ടവന് കൊടുത്തില്ല. പാവപ്പെട്ടവൻ പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടില്ല. അവർ അറിവ് നേടേണ്ട ആവശ്യമില്ല, അക്ഷരം പഠിക്കേണ്ട ആവശ്യമില്ല, അധികാരം കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ സമ്പത്തും കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ അധികാരവും സമ്പത്തും അറിവും അക്ഷരവും ഇല്ലാതെ ഒരു മഹാഭൂരിപക്ഷം ആളുകളെ മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പ്രത്യേകത. ആ വ്യവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇന്ന് ഭരിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ. അപ്പോൾ ആ നയം നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് ആ നയത്തിനെതിരായിക്കൊണ്ടുള്ള വലിയ പോരാട്ടവും നാം നേരിട്ടെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഒരു മതരാഷ്ട്രമായി മാറുന്ന സ്ഥിതിയാണ്. ആ മതരാഷ്ട്രമായി കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കില്ല എന്നതും തിരിച്ചറിയാം.
അപ്പോൾ പാവപ്പെട്ടവൻ്റെയും പണിയെടുക്കുന്നവൻ്റെയും മറ്റധ്വാനിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും യോജിച്ച പോരാട്ടത്തിലൂടെയാണ് സമൂഹത്തിലെ അസമത്വങ്ങളടക്കം ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയ ദുരിതങ്ങളടക്കം മാറ്റിത്തീർത്തുകൊണ്ട് ഒരു പുതിയ സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാനാണ്. സമത്വാധിഷ്ഠിതമായിട്ടുള്ള സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കാൻ വേണ്ടി കഴിയും. അതിന് തീർച്ചയായിട്ടും നമ്മുടെ തമിഴ്നാട്ടിൽ 2008 മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തീണ്ടാമേ ഒഴിപ്പ് മുന്നണി തമിഴ്നാട് തീണ്ടാമേ ഒഴിപ്പ് മുന്നണി എന്ന് പറയുന്ന ഈ സഖ്യം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വലിയ രീതിയിലുള്ള സംഭാവനയാണ് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് മാതൃകാപരമാണ്. നമ്മുടെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഇത്തരം പോരാട്ടങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ പ്രചോദനം നൽകുന്ന, ഉത്തേജനം നൽകുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഈ പ്രസ്ഥാനം വളർത്തുകയായി ഇതിന് കൂടുതൽ വളർച്ചയുണ്ടാക്കി കൂടുതൽ ആളുകളെ ആകർഷിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സങ്കുചിതമായിട്ടല്ല ചിന്തിക്കുന്നത്, സെക്ടേറിയനായിട്ടല്ല ചിന്തിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ തീണ്ടാമേ ഒഴിപ്പ് മുന്നണി തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും DSMM അതിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയും ഇവിടുത്തെ പ്രവർത്തനത്തിന് എല്ലാ വിധത്തിലുള്ള നന്മകളും വിജയങ്ങളും നേരുകയാണ്. നമ്മുടെ നാട് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും സമത്വത്തോടും സാഹോദര്യത്തോടും കൂടി ജീവിക്കുന്ന ഒരു നല്ല കാലമുണ്ടാകണം. അതിനുവേണ്ടിയുള്ള പോരാട്ടം നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കാം. ഈ പോരാട്ടത്തിലൂടെ മാറുള്ളൂ, അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് മാറില്ല. പ്രാർത്ഥിച്ചുകൊണ്ട് മാറുകയായിരുന്നെങ്കിൽ എന്നോ വിശപ്പ് മാറേണ്ടതായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് അക്ഷരം കിട്ടുമായിരുന്നെങ്കിൽ എല്ലാവരും അക്ഷരം പഠിക്കേണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് സമത്വം ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഉണ്ടാകില്ല. അത് പോരാട്ടത്തിലൂടെയാണ് മാറ്റിയെടുക്കാൻ കഴിയൂ എന്നുള്ള നല്ല തിരിച്ചറിവ് കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ചുമതലയാണ് ഈ സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്.